തുടരുകയായിരുന്നു. അതേസമയം എയർ ഇന്ത്യ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചതോടെ വിമാന നിരക്കുകൾ ഇന്നു മുതൽ ഉയരും. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര റൂട്ടിൽ 299 മുതൽ 899 രൂപ വരെ ഉയരും. രാജ്യാന്തര വിമാന സർവീസുകളുടെ സർചാർജ് മറ്റന്നാൾ മുതൽ നിലവിൽ വരും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നോബിൾ, വിമാനയാത്രയെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഇൻഡിഗോ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ എയർ ഇന്ത്യയും ഇത്തരത്തിൽ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് ഉണ്ടാകും. ഇത് യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളൊരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആഭ്യന്തര റൂട്ടിൽ 299 മുതൽ 899 രൂപ വരെയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ രാജ്യാന്തര സർവീസുകളാണെങ്കിൽ അത് $24 മുതൽ $280 വരെ ഈടാക്കും. ഏപ്രിൽ 10 മുതലാണ് ഈ അന്താരാഷ്ട്ര സർവീസുകളിൽ ഇത്തരത്തിൽ സർചാർജ് ഈടാക്കുന്നത് ആരംഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻഡിഗോയും സമാനമായി തന്നെ ഇത്തരത്തിൽ സർചാർജ് വലിയ തരത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് ഉണ്ടായ വർധനവ് എന്ന് പറയുന്നത് ഇൻഡിഗോയ്ക്ക് 500 കിലോമീറ്റർ വരെ 299 രൂപയും 500 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ 399 രൂപയും അതോടൊപ്പം തന്നെ 1000 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ 549 രൂപ എന്നിങ്ങനെയായിരുന്നു വർധനവ് ഉണ്ടായത്. എന്താണെങ്കിലും ഈ വിമാന ഇന്ധനത്തിന് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന നിരക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇന്ധന സർചാർജ് കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് വിമാന കമ്പനികളെ നിർബന്ധമാക്കിയത് എന്നാണ് നമുക്ക് വിവരമുള്ളത്. കാരണം ഇപ്പോൾ ഹോർമോസ് തുറന്ന് കൂടുതൽ ഇന്ധനം എത്തിയെങ്കിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായും നിലവിലത്തെ സാഹചര്യത്തിൽ അത് അതിവേഗം നടക്കുന്ന ഒരു കാര്യമല്ല. കപ്പലുകൾ കടന്നു വരേണ്ടതുണ്ട്. ആ പശ്ചാത്തലം ഒക്കെയുണ്ട്. സ്വാഭാവികമായും ഇന്ധന പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഇന്ധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർചാർജ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് എന്നാണ് വിമാന കമ്പനികൾ ഇതിനൊരു കാരണമായി പറയുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവ് ഉണ്ടാകും എന്നാണ്. ഇതിന്റെ ഭാരം യാത്രക്കാർ ചുമക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇൻഡിഗോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യ കൂടി സർചാർജ് വർദ്ധിപ്പിച്ചതോടുകൂടിയുള്ള പ്രതിസന്ധി അത് നിഴലിക്കും യാത്രകളിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്.